ലീവ് എടുക്കുന്നതിനെ കുറിച്ച് ആലോചിക്കണമെന്ന് പറഞ്ഞിരുന്നല്ലോ. ആലോചിച്ചോ? ആലോചിച്ചു. ഗുഡ്. ഇന്നലത്തേത് കൊണ്ട് എന്റെ ലീവ് തീർന്നു. ഞാൻ ഓഫീസിലേക്ക് പോവാണ്. വാസന്തി ഇവിടെ ഉണ്ടാവണം. ലീവ് എടുക്കാൻ ഹോട്ടലിൽ പോകണമെന്നില്ല. ഇവിടുന്ന് എഴുതി അയച്ചാ മതി. ലീവ് എടുക്കാൻ നിവൃത്തിയില്ല. തീർച്ചയാണോ? തീർച്ച. എങ്കിൽ ആ ജോലി അങ്ങ് ഉപേക്ഷിച്ചേക്ക്. എന്തിനാ ഉപേക്ഷിക്കുന്നത്? എനിക്കൊരു ജോലിയില്ലേ? അതുകൊണ്ട് നമുക്ക് കഴിയാവുന്നതല്ലേ ഉള്ളൂ. നമ്മുടെ കുഞ്ഞുങ്ങളുടെ ഭാവിയെ കരുതിയാണ് ഞാനിത് പറയുന്നത്. അത് ഞാൻ തീരുമാനിച്ചോളാം. അങ്ങനെ ആയാൽ മറ്റു ചിലത് കൂടി എനിക്കും തീരുമാനിക്കേണ്ടി വന്നേക്കും. അക്കാര്യത്തിൽ ഒട്ടും പേടിയില്ല. ഓൾറൈറ്റ്, ഞാൻ പോകുന്നു. വാസന്തിക്ക് ജോലി ഉപേക്ഷിക്കുകയോ ലീവ് എഴുതി കൊടുക്കുകയോ ചെയ്യാം. ഞാൻ ഓഫീസിൽ നിന്ന് വരുമ്പോ വാസന്തി ഇവിടെ ഉണ്ടായിരിക്കും. ഓക്കെ? ഇവൻ ആരിവൻ? വാസ്കോടി ഗാമയോ? മോളെ, ആ വിവരദോഷി പറയുന്നൊന്നും കേട്ട് നീ ലീവ് എടുക്കരുത്. ആര് പറഞ്ഞാലും ഞാൻ ലീവ് എടുക്കില്ല അച്ഛാ. ആ, ലീവ് എടുത്താലേ അത്രയും ദിവസം ഡൈനാമിറ്റ് ആയി പോവും. ഡൈനാമിക് അല്ല അച്ഛാ, ഡേയ്സ് നോട്ട്. അത് തന്നെ. അത് ഹോട്ടലിനില്ല. ഒണ്ടേലും ഇല്ലേലും ലീവ് എടുത്താ അത് കുറച്ചേ ശമ്പളം കിട്ടൂ. ഒരു മാസത്തെ ലീവോ? വാട്ട്സ് ദ പ്രോബ്ലം വാസന്തി? വീട്ടിൽ കുഞ്ഞുങ്ങളുടെ കാര്യം നോക്കാൻ ആരുമില്ല സർ. അതിനൊരു നല്ല വേലക്കാരി കണ്ടുപിടിച്ചാ പോരെ? വീട്ടിൽ നിന്നിരുന്നവള് പോയി. വേറെ ആരെയും ഇതുവരെ കിട്ടിയില്ല. ഒരു മാസത്തേക്ക് വാസന്തി ഇവിടെ ഇല്ലെങ്കിൽ റിസപ്ഷനിലെ കാര്യങ്ങളൊക്കെ കുഴയും. അത് കൈകാര്യം ചെയ്യാൻ നിങ്ങളെപ്പോലെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടൊരു ആളില്ലെന്ന് അറിയാമല്ലോ. എനിക്കറിയാം സർ. തൽക്കാലം മറ്റൊരു മാർഗവും ഇല്ലാഞ്ഞിട്ടാണ്. ഓൾറൈറ്റ്, ഏതായാലും ഈ ആപ്ലിക്കേഷൻ ഞാൻ ഇന്ന് കൺസിഡർ ചെയ്യുന്നില്ല. ഇന്ന് വൈകുന്നേരം ജോലി ചെയ്യട്ടെ. നാളെ മുതൽ അവധി എടുത്തോളൂ. ശരി സർ. ഓക്കെ, താങ്ക് യു. ഇന്ന് ഏതായാലും നമുക്ക് എന്റെ വീട്ടിലേക്ക് പോകാം. അതിരിക്കട്ടെ, ഇന്ന് എന്നെ ലേഖയുടെ വീട്ടിലേക്ക് കൊണ്ടുപോകണമെന്ന് തോന്നാൻ എന്താ കാര്യം? എന്നും രാജേഷ് പറയാറുള്ളതല്ലേ. അമ്മയോട് പറഞ്ഞപ്പോ അമ്മയ്ക്ക് സന്തോഷമായി. അമ്മ ഇപ്പൊ കാത്തിരിക്കുന്നുണ്ടാവും. എനിക്കും സന്തോഷമായി. ലേഖയുടെ അമ്മയെ ഒന്ന് പരിചയപ്പെടുകയും ചെയ്യാമല്ലോ. വരൂ. നമ്മളെന്തിനാ ഇങ്ങോട്ട് വന്നത്? ഇവിടെ വരേണ്ടത്. ഇതാണോ ലേഖയുടെ വീട്? അതെ, അകത്തേക്ക് വരൂ. വരൂ രാജേഷ്. വാമോനെ, അകത്തോട്ടിരിക്കാം. മാധവ ചേച്ചിയോ? ചേച്ചി എന്തിനാ ഇവിടെ വന്നത്? അതെന്തൊരു ചോദ്യമാ മോനെ. ഞാൻ പിന്നെ എവിടെ പോകാനാ? എന്റെ വീടല്ലേ ഇത്. ഇവളെന്റെ മോളാ. ലേഖയോ? അയ്യോ പിന്നെ, എവിടെ പഠിപ്പിക്കാൻ വേണ്ടിയല്ലേ ഞാൻ ഈ പങ്കപ്പാടൊക്കെ പെടുന്നത്. ഞാനില്ലായ്മക്കാരിയാണെങ്കിലും എന്റെ മോക്ക് ഞാൻ ഒരു കുറവും വരുത്തിയിട്ടില്ല. അകത്തോട്ട് വിളിച്ചിരുത്തു മോളെ. വരൂ രാജേഷ്. ഇല്ല, ഞാൻ പോകുന്നു. എവിടെ പോകുന്നു? ഞാൻ എന്റെ വീട്ടിൽ പോകുന്നു. കേരളാകത്ത് പെമ്പിള്ളേരെ പറഞ്ഞു പറ്റിച്ച് കൂട്ടത്തിൽ കൊണ്ടുവന്ന് രസിക്കാമെന്ന് വിചാരിച്ചല്ലടാ. നിന്റെ രസമൊക്കെ ഇനിയും തീർക്കും. അയ്യോ അരുത് ചേട്ടാ, കുഴപ്പമൊന്നും കാണിക്കല്ലേ. കേട്ടോ മോനെ, ഒരു രസത്തിന് വേണ്ടിയാണ് അവളെ കൊണ്ടു നടക്കുന്നതെന്നല്ലേ മോൻ പറഞ്ഞത്. എവളോട് ചോദിച്ചപ്പോ മോൻ കല്യാണം കഴിച്ചില്ലെങ്കിൽ അവളെ ചത്തുകളയെന്ന് പറഞ്ഞു. അതുകൊണ്ടാ മോനെ വിളിപ്പിച്ചത്. എന്ത് പറയുന്നു? ലേഖ എന്നെ ചതിക്കുകയായിരുന്നു അല്ലേ? ഇത് ചതി ഒന്നും ഇല്ലടാ പയ്യനെ. ഞങ്ങൾ ഇവിടെ നിനക്ക് രജിസ്റ്റർ ചെയ്തു തരും. എന്താ സമയമല്ലേ? എനിക്ക് എന്റെ വീട്ടിലൊന്ന് ചോദിക്കണം. ആ വേലയൊക്കെ നിന്റെ മനസ്സിരുന്നാ മതി. ഇപ്പൊ നീ ഇത് സമ്മതിച്ചാൽ ഉടനെ നിങ്ങളുടെ വിവാഹം നടക്കും. ഇല്ലെങ്കിൽ നിന്റെ ഈ ചെവിയുണ്ടല്ലോ, ചെത്തി ഇവിടെ വെക്കും ഞാൻ. എന്ത് പറയുന്നു? കല്യാണം കഴിക്കാൻ അവന് സമ്മതമാ ചേട്ടാ. വിളിച്ചകത്തോട്ട് കൊണ്ടുപോയി ആ ചടങ്ങ് അങ്ങ് നടത്ത്. വാ മോനെ. കേരളത്ത് ബാബു എവിടെ? ബാബു ഏട്ടനും മുത്തശ്ശനും കൂടി കാപ്പി മേടിക്കാൻ പോയി. സ്കൂളിൽ നിന്ന് വന്നിട്ട് മോളൊന്നും കഴിച്ചില്ലേ? ഇല്ല, ഇവിടെ ഒന്നുമില്ല ഡാഡി. മോളെടുക്ക്. വാ.
റൂമുണ്ടോ? സിംഗിളോ ഡബിളോ? ഡബിൾ ആയിക്കോട്ടെ. ഡാഡി അത് കൊള്ളാണോ? അല്ല മോളെ, അത് കായല. മോക്കൂടെ ഇഷ്ടായോ? ആ ഇഷ്ടായി. മിടുക്കി. ഡാഡി നമ്മൾ എന്തിനാ ഇവിടെ വന്നത്? ഇനി മുതൽ നമ്മൾ ഇവിടെയാ താമസിക്കുന്നത്. നല്ല സ്ഥലല്ലേ? നല്ലതൊക്കെയാ. പിന്നെന്താ? അപ്പൊ ബാബേട്ടനും മമ്മി എവിടെയാ? ആ, അവരൊക്കെ അവിടെ താമസിക്കും, വീട്ടിൽ. അതെന്താ അങ്ങനെ? അതൊക്കെ ഡാഡി പറഞ്ഞുതരാം. മോക്ക് ഈ മുറിയൊക്കെ ഒന്ന് ശരിക്കും കാണണ്ടേ? വാ. ഇതാണ് ഇവിടുത്തെ ഡൈനിങ് ടേബിൾ. കൊള്ളാമോ? ഇനി ഡാഡിയും മോളും ഇവിടെ നിന്നാണ് ഊണ് കഴിക്കുന്നത്. വാ. കണ്ടോ? ഇതാണ് ബാത്റൂം. അതേ പിടിച്ച് തിരിച്ചാൽ മോളീന്ന് വെള്ളം വരും. ഇതൊക്കെ എനിക്കറിയാം, നമ്മുടെ വീട്ടിലുള്ളതല്ലേ. ഓ, അത് ഡാഡി ഓർത്തില്ല. ഡാഡി മമ്മി. മോക്കെ ഡാഡി വേറൊരു സൂത്രം കാണിച്ചു തരാം. മോക്ക് പാട്ട് കേൾക്കണോ? ഇതാ നോക്കിയോ. കൊള്ളാമോ? കൊള്ളാം. എന്താ മോനെ, നീ എന്തിനാ കരയുന്നത്? ബിന്ദുവിനെ കാണുന്നില്ല. കാണുന്നില്ലേ? എവിടെ പോയി? ബിന്ദുവിനെ ഇവിടെ ഇരുത്തിയിട്ട് ഞാനും ബാബുവും കൂടി കാപ്പിയും പലഹാരവും മേടിക്കാൻ പോയി. തിരിച്ചു വന്നപ്പോ അവളെ കാണാനില്ല. എവിടെ പോയി? എന്റെ ബിന്ദു മോൾ എവിടെ പോയെന്ന്? സേതു എടുത്തോണ്ട് പോകുന്ന കണ്ടെന്ന് അടുത്ത വീട്ടുകാർ പറഞ്ഞു. ഞാൻ അകത്ത് കയറി നോക്കി. അവന്റെയും കുഞ്ഞിന്റെയും ഉടുപ്പും പെട്ടിയൊന്നും കാണുന്നില്ല മോളെ. അത് ശരി, മത്സരിക്കാനാണ് ഭാവം. എന്നെ അങ്ങനെ ഇങ്ങ് തോൽപ്പിച്ചളയുന്നായിരിക്കും. മോളെ, ഇതാണ് നിന്റെ ഭർത്താവിന്റെ വീട്. ഇതാണ് നിന്റെ അമ്മായിയച്ഛൻ ഭജഗോവിന്ദൻ. നമസ്കരിക്കും മോളെ. ചതിച്ചോ ദൈവമേ? എടാ മഹാഭാവി, എടാ ഞാൻ എന്തോന്നായി കാണുന്നത്? എന്താ എന്താ ഇതൊക്കെ? തിടുക്കം കൂട്ടണ്ട, ചുരുക്കി അങ്ങ് പറഞ്ഞേക്കാം. ഇതെന്റെ അനന്തരവൾ, പേര് ലേഖ. എടാ കാലമാടാ, നിന്റെ അനന്തരവളാണോടാ? അച്ഛൻ മിണ്ടാ നിക്ക്. ആ മനുഷ്യൻ പറയട്ടെ. ഇനി പറയാനൊന്നുമില്ല. നിങ്ങളുടെ ചെറുക്കനും ഞങ്ങളുടെ പെണ്ണും തമ്മിൽ ഗുലാനായി. ഞങ്ങൾ മെറി നടത്തി കൊടുത്തു അല്ലേ ആശാനെ? എങ്കിൽ നീ പറയടാ, ഞാൻ മാറിയേക്കാം. അങ്ങനെ കല്യാണം കഴിഞ്ഞ് പെണ്ണിനെയും ചെറുക്കനെയും കുടിയിരുത്താൻ വന്നിരിക്കുകയാണ് ഞങ്ങള്. എന്ന് വെച്ചാൽ ഞങ്ങളിപ്പോ കോടിക്കാരാ. അത് ശരി, വീട് കയ്യേറാൻ വന്നിരിക്കുകയാണല്ലേ? അത് കൊള്ളാം. കല്യാണവും കഴിഞ്ഞ് വരുന്ന കയ്യേറ്റമാണോ? അനാവശ്യം പറയാതിരിക്കും മനുഷ്യ. എന്റെ സഹോദരന് ഞാൻ അറിയാതൊരു കല്യാണമോ? പുറത്തു പോകുന്ന ആങ്ങളമാര് ചെയ്യുന്നതൊക്കെ വീട്ടിലിരിക്കുന്ന പെങ്ങന്മാരോട് അറിയണമെന്ന് വാശി പിടിച്ചാ കുഴഞ്ഞു പോകും കേട്ടോ. പുറത്ത് പറയാൻ കൊള്ളാത്തൊക്കെ ആയിരിക്കും നടക്കുന്നത്. ഈ പെണ്ണിനെ വിളിച്ചോണ്ട് പോകുന്നുണ്ടോ അവിടുന്ന്? അതെന്ത് മര്യാദയാ കുഞ്ഞെ? അവിടെ ഭർത്താവിന്റെ വീട്ടിലല്ലേ അവള് താമസിക്കേണ്ടത്? ഭർത്താവോ? ഏത് ഭർത്താവ്? അവൻ എന്റെ മകനാ. ഭർത്താവാകാനുള്ള പ്രായമായിട്ടില്ല അവന്. ആയോ ഇല്ലയോ എന്ന് മകനോട് തന്നെ ചോദിക്കും. നിങ്ങളുടെ പെണ്ണിനെ വിളിച്ചോണ്ട് നിങ്ങൾ ഇവിടുന്ന് ഇറങ്ങുന്നോ അതോ ഇറക്കി വിടണോ എന്നായിരിക്കും. എങ്കിലും അത് തന്നെ നോക്കിക്കളയാം. നോക്കാൻ എന്തോന്ന്? ഈ വീട് എന്റേതാണെങ്കിൽ ഞാൻ ഇവിടുന്ന് ഇറക്കി വിടും. ഞാൻ ജീവിച്ചിരിക്കുമ്പോ നടക്കത്തില്ല. അത് നീ തീരുമാനിക്കണ്ട, പോലീസ് തീരുമാനിച്ചോളൂ. ശരി, പോലീസ് തന്നെ തീരുമാനിക്കട്ടെ എന്താ വേണ്ടതെന്ന്. ഇവരുടെ വിവാഹം രജിസ്റ്റർ ചെയ്തതിന്റെ രേഖ കയ്യിലുണ്ടോ? ഉണ്ട് സാർ. എവിടെ? അതങ്ങോട്ട് കൊടുക്കടാ. എന്നാ സാറേ, ആരാ ഇത് എഴുതിയത്? അത് ഞാൻ തന്നെയാണ് സാർ. വാചകങ്ങൾ കൊള്ളാമല്ലോടു. എന്ത് ചെയ്യാം സാർ, അല്പസ്വല്പം സാഹിത്യവാസനയൊക്കെ ഉണ്ടായിപ്പോയി.
ഒന്നും തോന്നിയില്ലെങ്കിലും വരും. എഴുതാൻ തുടങ്ങിയാൽ ഒഴുകിക്കൊണ്ടേയിരിക്കും സാർ. ഞങ്ങൾ നീണ്ട നീണ്ട കാലങ്ങളായി ഇരവും പകലും പ്രണയപരവശരായി വാനമ്പാടികളെ പോലെ വിഹായസിൽ പറന്നു കിടന്നിട്ടുള്ളതും തദ്വാര ഈ വിവാഹ രജിസ്ട്രേഷനിൽ ഒപ്പുവെച്ചിട്ടുള്ളതുമാകുന്നു. ഒരപ്പാളി, ഇങ്ങനെയാണോ വിവാഹം രജിസ്റ്റർ ചെയ്യുന്നത്? നീ എന്നുപോലെയാണ് രജിസ്റ്റർ ആയത്? അതിപ്പോ തൽക്കാലത്തേക്ക് ഇങ്ങനൊന്നും ചെയ്തേ ഉള്ളൂ സാർ. സമയം കിട്ടുമ്പോ രജിസ്റ്റർ കച്ചേരി പോയി ശരിക്കൊന്ന് ചെയ്യുന്നുണ്ട് സാർ. എങ്കിൽ ശരിക്ക് രജിസ്റ്റർ ചെയ്തിട്ട് വല്ലവരുടെയും വീട്ടിൽ താമസിക്കാൻ ചെന്നാൽ മതി. അല്ലാതെ ചെന്നാലുള്ള അനുഭവം അറിയാമോ? അറിയാമോടാ? എന്തായാലും പെണ്ണിന്റെയും ചെറുക്കന്റെ ഒപ്പതിലില്ലോ സാർ. ഈ ഒപ്പിട്ടിരിക്കുന്ന താനാണോ? ഒപ്പിട്ടില്ലെങ്കിൽ കൊന്നുകളയുമെന്ന് പറഞ്ഞ് ഇയാൾ കത്തിയുമായിട്ട് നിന്നപ്പോ ഞാൻ അറിയാതെ ഒപ്പിട്ട് പോയതാണ് സാർ. അറിയാതെ ഒപ്പിട്ട് പോയോ? എന്താ സംശയം? ഒരു തുച്ഛമായ പ്രാണഭീതി. ഇത് എവിടെ തയ്യാറാണ് സാറേ? വഴിയെ പോകുന്നതിനെ പിടിച്ച് പെണ്ണ് കെട്ടിക്ക്. നിങ്ങൾ മിണ്ടാതെ നിൽക്കണം. ഉത്തരവ്. തനിക്ക് ഈ പെണ്ണിനെ വിവാഹം ചെയ്യണോ? വേണ്ട. നിങ്ങളോടല്ലേ ചോദിച്ചത്? ഉത്തരവ്. എനിക്ക് വിവാഹം ചെയ്യേണ്ട സാർ. നിങ്ങൾ തമ്മിൽ സ്നേഹമായിരുന്നോ? അല്ല സാർ. ഇത് കേട്ടോടെ അരുന്തരവളെ, കാമുകം പറഞ്ഞ കേട്ടോന്ന്. നിർത്തണ. ഇതെന്താ ചന്തയാണെന്ന് വിചാരിച്ചോ? മേലാൽ ഇത് സംബന്ധിച്ച് എന്തെങ്കിലും പരാതി ഇവിടെ കിട്ടിയാൽ അമ്മാവനെ അനുദ്രവളെ എല്ലാം ഞാൻ ലോക്കപ്പിലാക്കും. മനസ്സിലായോ? വയ്ക്കോ. എടോ, പഠിക്കാൻ പോയ പഠിക്കണം. ഇനി പെമ്പിള്ളയുടെ പുറകെ നടന്നാൽ താനും അകത്താണ്. മകനെ കൊണ്ട് വയ്ക്കണം. ഇറങ്ങണ വെളിയിൽ. ഇനി നിന്നെ ഇവിടെ താമസിപ്പിച്ച നിന്റെ ശവം വഴിയിൽ നിന്ന് എടുത്തോണ്ട് പോരേണ്ടി വരും. നേരാ മോളെ, ആ ഉടക്കുവേലു ഭയങ്കര പെശക. കേസ് തള്ളിപ്പോയെങ്കിലും 3 പേരെ കൊന്നവനാ. ഇനി ഇവരെങ്ങും കണ്ട അവൻ കാച്ചിക്കളയും. ഇറങ്ങി പോകാനല്ലേ പറഞ്ഞത്? ഞാൻ എവിടെ പോകാനാ ചേച്ചി പറയുന്നത്? എവിടെ പോകാനെന്നോ? നീ ഒരാളല്ലേ, ആരോഗ്യല്ലേ? എവിടെങ്കിലും പോയി എന്തെങ്കിലും ജോലി ചെയ്ത് ജീവിക്കടാ. ശരിയാ മോനെ, ഇവിടെ നിന്നാ നീ ആ ഉടക്കുവേലിന്റെ കൈകൊണ്ട് മരിക്കണം. ദൂരെ എവിടെയെങ്കിലും പോയി ജോലി ചെയ്താ ജീവിച്ചിരിക്കെങ്കിലും ചെയ്യാവല്ലോ. കളക്ടർ ആവാൻ നിനക്ക് വിധിയില്ല മോനെ. അവന്റെ ഒരു കളക്ടർ അങ്ങനെ പെമ്പിള്ളയുടെ പുറകെ നടന്നാ പറ്റില്ലടാ. മര്യാദയ്ക്ക്. ആരും ഇനി എന്നെ ഉപദേശിക്കണ്ട, ഞാൻ പോയേക്കാം. നീ എങ്ങോട്ടാ മോനെ പോണത്? എനിക്ക് മനസ്സിനോടത്തേക്ക്. അവന്റെ കയ്യിൽ കാശ് വല്ലതും ഉണ്ടോന്ന് അറിയില്ലല്ലോ ഇല്ലെങ്കിൽ മോളെ. തെണ്ടും, അല്ലെങ്കിൽ ജോലി ചെയ്ത് കാശുണ്ടാക്കും. കൊച്ചുകുട്ടികളല്ലല്ലോ, പോയെന്ന് പഠിച്ചിട്ട് വരട്ടെ. നീ കരയണ്ടടി മോളെ. നിന്നെ ചതിച്ചതിന് അവനോടും അവന്റെ വീട്ടുകാരോടും പ്രതികാരം ചെയ്തില്ലെങ്കിൽ പിന്നെ നിന്റെ അമ്മാവൻ ജീവിച്ചിരിക്കുന്നെന്തിനാടി? ആരോട് പ്രതികാരം ചെയ്താലും എന്റെ മോക്ക് അതുകൊണ്ട് എന്താ ചേട്ടാ ഒരു ഗുണം? അവിടെ ഭാവിയല്ലേ നഷ്ടപ്പെട്ടത്. ആ, അതിന് പകരം പലരുടെയും ഭാവി നഷ്ടപ്പെടും മാധവി. വേലുവിന് ഉടക്കിയിട്ടുള്ളവരാരും ഇന്ന് ഈ ഭൂമി ജീവിച്ചിരിപ്പില്ല. എന്താ നടക്കാൻ പോകുന്നു നീ കണ്ടോ? മതി ഡാഡി. നമ്മൾ പോയി കഴിയിരിക്കും. മോളുടെ കയ്യിൽ നിന്ന് കഴിച്ചു കൊടുക്ക്. വരും മോളെ. ഡാഡി കഴിച്ചെന്നാ മതി. ആ, ഒന്ന് ക്ലീൻ ചെയ്യ. മുയല് കണ്ണു തുറന്നു നോക്കിയപ്പോ ആമയുടെ പൊടി പോലും കാണാനില്ല. സൂക്ഷിച്ചു നോക്കിയപ്പോ ആമ പമ്മി പമ്മി വരെ അടുത്തേക്ക് പോകുന്നു. മുയല് ചാടി എഴുന്നേറ്റ് ഒരൊറ്റ ഓട്ടം. പക്ഷേ മുയൽ ഓടി ചെല്ലുന്നതിന് മുമ്പ് ആമ വര കടന്നു. അപ്പൊ ആരാ പന്തയത്ത് ജയിച്ചത്? മിടുക്കി. ഇനി നമുക്ക് ഉറങ്ങാം. നേരെ ഒത്തിരിയായി. എന്താ മോനെ, നീ ഇതുവരെ ഉറങ്ങിയില്ലേ? ഉറക്കം വരുന്നില്ല മമ്മി. ഞാൻ കിടന്നുറങ്ങ. മമ്മി, ബിന്ദു. ഡാഡി അവളെ കൊണ്ടുവരും. അപ്പൊ ഞാൻ മോനെ വിളിക്കാം. കിടന്നുറങ്ങ. ഡാഡി, എന്താ മോളെ? ബാബുട്ടിനിപ്പോ ഉറങ്ങി കാണുവോ? അവൻ എപ്പോഴേ ഉറങ്ങിക്കാണും. നമുക്ക് ഉറങ്ങണ്ടേ? മോള് കണ്ണടച്ച് കിടന്നു.